വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ +1 ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ CBSE എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ് മക്കളെ നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല കുട്ടികളും ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. കാരണം ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എടാ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു ബോള് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് മുകളിലോട്ട് വലിച്ചെറിയാണ്. 20 മീറ്റർ/സെക്കൻഡിലാണ് അത് മുകളിലോട്ട് ത്രോ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ കണ്ടുപിടിക്കാനാണ്, എന്തുമാത്രം ഉയരം ആ ബോൾ പൊങ്ങുമെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അത് മുകളിലോട്ട് പോയി താഴെ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യാനെടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് നമുക്ക് പോകാം. ഫസ്റ്റ് മക്കളെ ശ്രദ്ധിക്കുക, എ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. എ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ/സെക്കൻഡ് ആണ് ഇനിഷ്യൽ വെലോസിറ്റി. അതേപോലെ തന്നെ ആ ബോൾ മുകളിലെത്തുമ്പോഴുള്ള അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 0 ആണ് ഫൈനൽ വെലോസിറ്റി. ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ ഇതുപോലെ ഒന്ന് കാണിക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ ബിൽഡിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ബിൽഡിങ്ങിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് വലിച്ചെറിയുന്നത് അല്ലേ. നമ്മൾ മുകളിലോട്ട് വലിച്ചെറിയുന്നു, അത് മുകളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, താഴോട്ടേക്ക് വരികയാണ്. ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനിഷ്യലി എറിയുന്ന വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഹൈറ്റ്, അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു എത്രയാണ് തന്നിരിക്കുന്നത്, നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25 മീറ്റർ ആണ് തന്നിരിക്കുക അല്ലേ. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25 മീറ്റർ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ആദ്യം എന്തുമാത്രം ഉയരം, നമുക്ക് ഈ ഹൈറ്റ് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഈ ഹൈറ്റ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് കണ്ടുപിടിക്കാം. ഈ ഹൈറ്റ് നമുക്ക് എന്ത് വിളിക്കാം, H എന്ന് വിളിക്കാം. റെഡി അല്ലേടാ. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് 10 ആയിട്ട് എടുക്കാം. 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഒരു ഗ്രാവിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം, മൈനസ് എന്ത് കൊടുക്കാം, സൈൻ കൊടുക്കാം. എങ്കിൽ ഏത് ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലേ. V = U+AT വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം നമുക്ക് ടൈം അല്ല കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എന്താ ഉള്ളത്, V² = U² + 2x. ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. V² = U² പ്ലസ് എന്താണ് മക്കളെ, 2a എന്താണ്, എസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി 20 ആണ്. 20ൻ്റെ സ്ക്വയർ വരും, പ്ലസ് വരും. 2 × a എന്ന് വെച്ചാൽ മൈനസ് ആയതുകൊണ്ട് നമുക്ക് മൈനസ് ഇടാം. ഓക്കെ, ഇവിടെ പ്ലസ് എന്തായിട്ട് മൈനസ് ആയിട്ട് മാറി. 2 × a വരെ നമുക്ക് 10 ഇട്ട് കൊടുക്കാം. എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ, ഇതിന് ഈ ഒരു 2 × 10 20 ആണ്. ഈ -20 ഇങ്ങോട്ട് പോകുമ്പോൾ +20 ആവും. അപ്പോൾ നമുക്കിവിടെ 20h എന്ന് എഴുതാം. 20h = 20² എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് h = എത്ര കിട്ടി മക്കളെ, 20 എന്ന് കിട്ടി. 20 മീറ്റർ ഹൈറ്റ് ആണ് അത് എന്ത് ചെയ്യുന്നത്, ഉയരുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ ഹൈറ്റ്, ഈ ഒരു ബോൾ പൊങ്ങിയ ടോട്ടൽ ഹൈറ്റ് നമുക്കത് കണ്ടുപിടിക്കാം. ആ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് നമ്മൾ h എന്ന് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് = നമുക്ക് പറയാം 20 + എന്തായിരിക്കും മക്കളെ, 25 ആണ്. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 45 മീറ്റർ ആണ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആയിടാ മക്കളെ. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ, അതാണ് എല്ലാവരും കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് മുകളിൽ പോയി താഴെ എത്താൻ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതായത് നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് വലിച്ചെറിയുന്നു, ഇത് മുകളിലോട്ട് പോയി ഇത് താഴോട്ട് എത്തുന്നു. ഇതൊരൊറ്റ മോഷനായിട്ട് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ, ഒറ്റ മോഷനായിട്ട് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ മുതൽ ഇവിടം വരെ ടൈം കണ്ടുപിടിക്കണം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരെ ടൈം കണ്ടുപിടിക്കണം. ഞാൻ പറയുന്നത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇതിനെ ഒറ്റ മോഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഒറ്റ മോഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റ മോഷനാണല്ലേ. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 20 മീറ്റർ/സെക്കൻഡ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ആക്സിലറേഷൻ എന്ന് പറയുന്ന ആക്സിലറേഷൻ ഒരു ഗ്രാവിറ്റിയാണ്, അത് -10 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എല്ലാവരും കുഴഞ്ഞു പോകുന്ന സാധനമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എടാ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ അല്ലേ, ഇതാണ് നമ്മളുടെ ഇനിഷ്യൽ പൊസിഷൻ. ഓക്കെ, ഇപ്പോൾ ബോൾ ഇവിടെ എത്തി, ഇതാണ് എൻ്റെ ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനുമായിട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ്, നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേടാ മക്കളെ. അപ്പോൾ പറയും സാറേ, അപ്പോൾ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 മീറ്റർ അല്ലേ. അപ്പോൾ 25 അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്, എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി, താഴോട്ട് പോകുമല്ലേ. ഇപ്പോൾ താഴോട്ടേക്കല്ലേ ഇത് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടുന്നാണ് അറിഞ്ഞത്, ഇപ്പോൾ ബോൾ കിടക്കുന്നത് എവിടെയാണ്, താഴെയാണ്. അതായത് താഴോട്ടുള്ള ഡയറക്ഷനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, താഴോട്ടേക്ക് പോകുന്ന ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് -25 എത്ര ആയിരിക്കും, -25 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കാം, -25 എന്ന് കൊടുക്കാം.
ഓക്കെ, ഇനി ഏത് ഇക്വേഷനാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ യു ടി പ്ലസ് എന്നാണ്. ഹാഫ് എ ടി സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യും ഇട്ട് കൊടുക്കാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് എന്താണ് മക്കളെ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് -25 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി 20 ആണ്, ടൈം കണ്ടുപിടിക്കേണ്ടതാണ്. മൈനസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം 10 ഇട്ട് കൊടുത്തു, ആ മൈനസ് ആണ് ഇവിടെ കിടക്കുന്നത്, അതാണ് പ്ലസ് മൈനസ് ആയത്. ടൈം ടി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെഡി ആയിടാം മക്കളെ. ഈ 2ഉം 10 നമുക്ക് വെട്ടിക്കളഞ്ഞ് നമുക്ക് ഇവിടെ എന്ത് കിട്ടും മക്കളെ? നമുക്കിവിടെ 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഹോൾ ഇക്വേഷനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 5. ഈ ഹോൾ ഇക്വേഷനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5ഉം 25ഉം കട്ടി -5 എന്ന് കിട്ടും. നമുക്കിവിടെ -5 എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ 5ഉം 20 പോയി നമുക്കിവിടെ 4 എന്ന് കിട്ടി, 40 എന്ന് കിട്ടി. ഇനി ഇതേപോലെ ഇവിടെ നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്യുന്നു, 5ഉം 5ഉം പോയി -t സ്ക്വയർ എന്ന് കിട്ടി, മൈനസ് എന്ത് കിട്ടി? ടി സ്ക്വയർ എന്ന് കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇവന്മാരെല്ലാവരും ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയടാ. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ടി സ്ക്വയർ -4t -5 ഇസ് ഈക്വൽ ടു എന്താണ്? 0. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഇങ്ങനെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. ടി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു ടെക്നിക്ക് ഉണ്ട്. ഈ -4 ഏതോ ഒരു 2 സംഖ്യകളുടെ സം ആയിരിക്കും. ഈ -5 എന്ന് പറയുന്ന ഏതോ 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് സമ്മ്, ഇത് പ്രോഡക്റ്റ്, അങ്ങനെയുള്ള 2 സംഖ്യ നോക്കുക. അതായത് സമ്മ് ചെയ്താൽ -4 കിട്ടണം, മൾട്ടിപ്പിൾ ചെയ്താൽ -5 കിട്ടണം. അപ്പോൾ സംഖ്യ ഏതൊക്കെയാണ്? 1ഉം -5. നോക്കിക്കേട്ടാ, 1ഉം -5ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4 കിട്ടും. 1ഉം -5ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ -5ഉം കിട്ടും. അപ്പോൾ സംഖ്യ കിട്ടിയല്ലേ. ഇനി ഇതെങ്ങനെ എഴുതേണ്ടത്? വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. t+1ഉം ഇൻറ്റു t-5 എന്ന് എഴുതാം. ഈക്വൽ ടു എന്ന് എഴുതാം, 0 എന്ന് എഴുതാം. ഈ ഇക്വേഷന് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയേ, 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 0 കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ t+1 എന്തായിരിക്കും? 0 ആയിരിക്കും. ഓർ അല്ലെങ്കിൽ എന്തായിരിക്കും? t-5 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ t+1 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? t+1 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും t ഈക്വൽ ടു എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ ഇവിടെ t എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. നമുക്ക് ഉറപ്പാണ് t ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല, ടിയുടെ വാല്യൂ പോസിറ്റീവാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടൈമും കിട്ടി, 5 സെക്കൻഡ് കിട്ടി. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് എക്സാമിനേഷനൊക്കെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.